ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം ഭഗവാന്റെ ഒരു ലീല കൊണ്ട് നമ്മൾ ഒന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ ശ്രമിക്കുകയുണ്ടായി. ഇന്നിനി അത് നമുക്ക് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഏതൊരു ഭഗവാനാണോ നമ്മളെ കൊണ്ട് ഇതൊക്കെ തോന്നിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ സമയമായതുകൊണ്ട് പാരായണം ചെയ്യാം, സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. ഹരി ശ്രീ ഗണപതേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ത ഏകദാ തു മുനയഃ പ്രാതർഹുദഹുദാഗ്നയഃ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ഋഷയ ഊചുഃ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ. വേത്ഥ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത്. ബ്രൂയുഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയസ്തന്നഃ ശംസിതുമർഹസി. പ്രായേണാൽപായുഷഃ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാ ഹ്യുപദ്രുതാഃ. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി നഃ ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. തന്നഃ ശുശ്രൂഷമാണാനാമർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ആപന്നഃ സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. യത്പാദസംശ്രയാഃ സൂത മുനയഃ പ്രശമായനാഃ സദ്യഃ പുനന്ത്യുപസ്പൃഷ്ടാസ്വർധുന്യാപോനുസേവയാ. को वा भगवतस्तस्य
പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശഃ കലിമലാപഹം തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹി നഃ ശ്രദ്ധധാനാനാം ലീലയാ ദധതഃ കലാ അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാ ലീലാ വിദധത സ്വൈരമീശ്വരസ്യാത്മമായയാ വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ ത്വം ന സന്ദർശിതോധാത്ര ദുസ്തരം നിസ്തിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാമധുനോപേതേ ധർമ്മഃ കം ശരണം ഗതഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ പ്രഥമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഥ ദ്വിതീയോऽധ്യായഃ വ്യാസ ഉവാച ഇതി സംപ്രശ്നസംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി അടുത്ത സത്സംഗത്തിൽ നമുക്ക് രണ്ടാമത്തെ അധ്യായം ഓരോ ശ്ലോകവും നമുക്ക് അർത്ഥവിചാരം ചെയ്യണം. അതുപോലെ ആദ്യം അതിൻ്റെ കഥാസാരം നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.